പറഞ്ഞത് കറക്റ്റാ. നിനക്ക് ഞാൻ വില്ലനാണ്. തീർച്ചയായിട്ടും. സോറി, റഹ്മാൻ ഹീറോ, ഞാൻ വില്ലൻ. ഒന്ന് എഴുന്നേക്കൂ പ്ലീസ്. എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? The one and only, the evergreen star, Rahman. Everybody, please put your hands together for him. Yes, hi. എനിക്ക് ആക്ച്വലി ഭയങ്കര സ്റ്റാർസ്ട്രക്ക് മൊമെന്റ് ആട്ടോ. കാരണം എനിക്ക് മമ്മൂക്കയോടൊക്കെ നമ്മൾ ചോദിക്കാറില്ല എന്താണ് ഈ സൗന്ദര്യത്തിന്റെ രഹസ്യം. എനിക്ക് അതേ ചോദ്യം ഇവിടെ ചോദിക്കാൻ തോന്നുന്നു, എന്താണ് ഈ സൗന്ദര്യത്തിന്റെ രഹസ്യം? യു ഹാവ് ഏജ് ലൈക്ക് എ ഫൈൻ വൈൻ. അത് ആ ചോദ്യം എന്നെ ആ ചോദ്യം ഉമ്മയും പിന്നെടുത്ത് ചോദിക്കണം. ജെനറ്റിക്സ് ആണെന്നല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ബാഡ് ബോയ്സിലേക്ക് വരാം. എന്താണ് ബാഡ് ബോയ്സ് ആൻഡ് റഹ്മാൻ? എനിക്കറിയാം, എനിക്കൊന്നും ഒരു വലിയൊരു കംബാക്ക് ആണ് നമ്മൾ മലയാളികൾ എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്നത്. ആ ട്രെയിലറൊക്കെ കണ്ടപ്പോൾ ഈവൻ ഐ വാസ് ലൈക്ക് ഓ മൈ ഗോഡ്, ആ പഴയ റഹ്മാനെയൊക്കെ തിരിച്ചു കിട്ടി. എനിക്ക് തോന്നുന്നു ആ ട്രെയിലറിന്റെ താഴെ വന്ന കൊമന്റ്സ് വായിക്കുകയാണെങ്കിൽ തന്നെ ഓൾമോസ്റ്റ് എല്ലാ കൊമന്റ്സും അങ്ങനെ തന്നെയായിരിക്കും. ആൻഡ് വാട്ട് ഈസ് യുവർ റിയാക്ഷൻ ആൻഡ് വാട്ട് യു വാണ്ട് ടു ടെൽ ദം? ഹലോ കൊച്ചി, നമസ്കാരം. ഒന്ന് എഴുന്നേക്കൂ പ്ലീസ്. വളരെയധികം സന്തോഷമുണ്ട് ഇന്ന് എനിക്ക്. ഞാൻ സിനിമയെക്കുറിച്ച് അധികമൊന്നും പറയാൻ പോകുന്നില്ല, കാരണം ഓൾറെഡി എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. ഈ ട്രെയിലർ കണ്ടിട്ട് നിങ്ങൾക്ക് ഏകദേശം ഇതിനെക്കുറിച്ച് നന്നായി അറിയാം. ഇതൊരു നല്ല സിനിമയാണ്, വലിയ സിനിമയാണ്, പ്രത്യേക സിനിമയാണ്, ഒരു ഡിഫറെൻറ്റ് സിനിമയാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ എനിക്ക് ഇതെല്ലാമാണ്. എൻ്റെ കരിയറിൽ ഞാൻ ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് ഇതുപോലെ ഒരു മാസ് എൻ്റർടൈനിങ് സിനിമ ചെയ്തിരിക്കുന്നത്. വളരെ ത്രിൽഡാണ്. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഇതിൻ്റെ ടീസർ ഇറങ്ങിയതിന് ശേഷം ഒരുപാട് പോസിറ്റീവ് റെസ്പോൺസ് എനിക്ക് കിട്ടുന്നുണ്ട് പ്രേക്ഷകരിൽ നിന്ന്. സോ ഞാനും ടെൻഷനാണ് ഇതിൻ്റെ ഇത്. പക്ഷെ ഈ വേദിയിൽ ഇപ്പോൾ എനിക്ക് നന്ദി പറയാനുള്ളത് രണ്ടുപേരുടെയാണ്. ആദ്യം ഒന്ന് ഈ പടത്തിൻ്റെ സംവിധായകൻ, കാരണം ഇങ്ങനെ ഒരു കഥയായിട്ട് എൻ്റെ അടുത്ത് വന്നപ്പോൾ അദ്ദേഹം എൻ്റെ മേളിൽ കാണിച്ച ആ വിശ്വാസമാണ് എനിക്കിങ്ങനെ ഒരു പടം ചെയ്യാൻ കഴിഞ്ഞത്. ഒമർ ലുലു, താങ്ക് യു സോ മച്ച് ഒമർ. ആൻഡ് സാരംഗൻ റൈറ്റർ, താങ്ക് യു സോ മച്ച് ഒമർ, താങ്ക് യു സോ മച്ച്. താങ്ക് യു സർ, താങ്ക് യു. കാരണം ഞാൻ ഒരിക്കലും ഇങ്ങനെ നമ്മൾ കഥ കേട്ടിട്ടുണ്ടെങ്കിലും ഞാൻ ഒരുപാട് ചിരിച്ചിരുന്നു. പക്ഷെ എനിക്ക് എപ്പോഴും ഒരു സംശയമായിരുന്നു എന്നെ കൊണ്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അത് മാറ്റി തന്നത് ഒമറാണ്. സത്യം, അത് സത്യമാണ്. സാറിന്റെ ടെൻഷൻ മാറ്റാൻ എനിക്ക് ഇഷ്ടപ്പെട്ട സാറിന്റെ ഒരു പാട്ട് ഇവിടെ പ്ലേ ചെയ്തോട്ടെ? ഒരു മിനിറ്റ്. ഞങ്ങള് ഈ ഷൂട്ടിംഗ് കഴിഞ്ഞ് ഏതാണ്ട് 1.5 മാസം ആയിട്ടുള്ളൂ. ആൻഡ് ഓണത്തിന് ഇറക്കണമെന്ന് ഭയങ്കര അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും. പക്ഷേ ടൈം എങ്ങനെ, അതിനൊരുപാട് പണം ചെലവാണ്. കാരണം എല്ലാ കാര്യങ്ങളും നമ്മൾ റഷ് ചെയ്യണം, സ്പീഡപ്പ് ചെയ്യണം. ആൻഡ് അഫ്കോഴ്സ് പ്രൊഡ്യൂസർ അദ്ദേഹം തന്നെയാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരു വാശി എൻ്റെ ഉറപ്പിച്ചതെന്ന് ഈ പടം ചെയ്യുമ്പോൾ ഇത് ഞാൻ ഓണത്തിന് ഇറങ്ങിയിരിക്കും, ഇത് ഞാൻ റിലീസ് ചെയ്തിരിക്കും എന്നുള്ളൊരു ആ ഒരു വാക്ക്. താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്. ആൻഡ് പിന്നെ ഈ പടത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, ഈ ബാഡ് ബോയ്സ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ പടത്തിൽ അഭിനയിക്കുന്നവരെല്ലാവരും ബാഡ് ബോയ്സ് തന്നെയാണ്. ഇവരില്ലാതെ ഈ ബാഡ് ബോയ്സ് ഇല്ല. ഇത് എൻ്റെ ഒരു പടം മാത്രമല്ല, ഇതെല്ലാവരും ഉണ്ട്. അതുകൊണ്ട് ബിബിൻ, സെന്തിൽ, ആൻസൺ, എവറിബഡി, എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. എനിക്ക് വാക്കുകളില്ല എല്ലാവർക്കും പറയാൻ. കാരണം ഇങ്ങനെ ഒരു ടേൺ ഔട്ട് ആവുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഞാൻ ഇത്രയും ലെവലിൽ ഇത് കയറുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. താങ്ക് യു സോ മച്ച് സുധീർ, ടിനി, ബാബു ആൻ്റണി, താങ്ക് യു സോ മച്ച്. താങ്ക് യു ഷീലു, താങ്ക് യു ഫോർ വർക്കിംഗ് വിത്ത് മീ, താങ്ക് യു. ഒരു ടെക്നീഷ്യന്റെ പേര് നമ്മൾ വിട്ടുപോയി, കാരണം പിന്നെ DOP ആൽബി, അതുപോലെ തന്നെ എഡിറ്ററായ ഡോൺ ബോസ്കോ, പിന്നെ മ്യൂസിക് ഡയറക്ടർ വില്യംസ്. ഒരുപാട് നന്ദി രേഖപ്പെടുത്തുന്നു. എല്ലാവരും ഉണ്ടോ അവിടെ? അല്ല, നമ്മുടെ ഫൈറ്റ് മാസ്റ്ററിന്റെ പേര് പറഞ്ഞില്ലെങ്കിൽ ഒരാൾക്ക് ബുദ്ധിമുട്ടാവും. ഫിനിക്സ് പ്രഭു. ഈ അടുത്ത റീസെന്റ് ആയിട്ട് ടർബോ എന്ന് പറയുന്ന സിനിമയാണ് നമുക്ക് ഇതുള്ളത്. ഷെർഷാന് കുറെ എനിക്ക് തോന്നുന്നു അടുത്തൊരു പ്രോജക്റ്റും വരുന്നുണ്ട്. അതുകൊണ്ട് ഷെർഷാൻ എപ്പോഴും ഫിനിക്സ് പ്രഭുവിനെ ബൂസ്റ്റ് ചെയ്യുന്നത്. ആ പേര് വിട്ടുപോയി. ഒരു ഉഗ്രൻ 6 ഫൈറ്റ് സീക്വൻസ് ആണ് ഇതിൽ കമ്പോസ് ചെയ്യുന്നത്. ഒരു ഫൈറ്റല്ല, എത്ര ഫൈറ്റാണ്? 5 ഫൈറ്റാണ്. ഞാൻ പ്രഭു മാത്രമല്ല, അഷ്റഫ് ഗുരുകൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരുപാട് നമ്മളെല്ലാവരും എൻജോയ് ചെയ്ത് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് ഈ പടത്തിന്റെ റിസൾട്ട്. കാരണം ആർക്കും ഒരു എന്താ പറയുക, ഒരു ക്ഷീണമോ ഒന്നും ഇല്ലാതെ തന്നെ ഞങ്ങൾ 40 ദിവസം, എത്ര ദിവസമായി? 50 ദിവസം വർക്ക് ചെയ്ത് ഒരുമിച്ച്. ഒരുപാട് നല്ല ഓർമ്മകളും ഒരുപാട് നല്ല എക്സ്പീരിയൻസും ആണ്. താങ്ക് യു ഓൾ.
താങ്ക് യു ഗൈസ്. സാറിനൊരു പാട്ട് പ്ലേ ചെയ്തോട്ടെ? ആ പാട്ടിനോടൊപ്പം നമ്മൾ എല്ലാവരും ഡാൻസ് ചെയ്യും. Okay, done. ഓക്കെ. അല്ലെ എല്ലാവരും പോവും. ഞാൻ ആ പാടി കഴിഞ്ഞാൽ എല്ലാവരും ഓടിക്കളയും. ഒരിക്കലുമില്ല. പാട്ട് കൂടെ പ്ലേ ചെയ്യാം നമുക്ക്. DJ. പവർ സ്റ്റാർ ബാബു സാർ, ബാബു ആന്റി സാറ് മാത്രമാണ് ഇപ്പോഴും പവർ സ്റ്റാർ ആയിട്ട് നിൽക്കുന്നത്, തമിഴിലും തെലുങ്കിലും എല്ലായിടത്തും. എന്തായാലും നമ്മുടെ പ്രേക്ഷകരോട്, നമ്മുടെ ഫാൻസിനോട് എല്ലാവർക്കും എൻ്റെ നമസ്കാരം. കൊച്ചി എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? വളരെ സന്തോഷമുണ്ട് ഇവിടെ വരുവാനും നിങ്ങളെല്ലാവരും കാണുവാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. എല്ലാവരും ട്രെയിലർ കണ്ടല്ലോ അല്ലേ? എങ്ങനെയുണ്ട് ട്രെയിലർ? സൂപ്പർ അല്ലേ? ഞാൻ ഒമറിനോടും ഇതിൻ്റെ പ്രൊഡ്യൂസർ എബ്രഹാം, മിസ്റ്റർ ആൻഡ് മിസ്സസ് എബ്രഹാം, പിന്നെ ഓൾ ടെക്നീഷ്യൻസ് ആൻഡ് ആക്ടേഴ്സ് ഞാൻ ആദ്യം നന്ദി പറയുകയാണ്. ഈ പടം നമുക്ക് ഓണം ബമ്പർ അടിക്കണം. അതുപോലെ തന്നെ ഒമർ എന്നെ വിളിച്ചിരുന്നു, ഇങ്ങനെ ഒരു പടം പ്ലാൻ ചെയ്യണം, ബാബു ഇതിലൊരു വേഷം ചെയ്യണം. ഞാൻ സന്തോഷത്തോടെ സ്വീകരിച്ചു. ആദ്യം ഞാനും ഒമറും കൂടെ ഒരു പവർ സ്റ്റാർ എന്ന് പറഞ്ഞൊരു പടം പ്ലാൻ ചെയ്തു. ഇങ്ങനെ മുന്നോട്ട് വന്നപ്പോഴാണ് കൊറോണ വന്നത്. അപ്പോൾ അത് കൊറോണയിൽ മുങ്ങിപ്പോയി. പിന്നെ വേറൊരു സന്തോഷ വാർത്തയെന്ന് പറഞ്ഞാൽ ഇതിൽ ഞാനൊഴിച്ച് ബാക്കി എല്ലാം ബാഡ് ബോയ്സാണ്, മൊത്തം ബാഡ് ബോയ്സാണ്. ഒരിക്കൽ ഇപ്രാവശ്യം നിങ്ങളൊക്കെ ആഗ്രഹിക്കുന്ന പോലെ ഞാൻ നായകൻ്റെ കൂടെയാണ്. എല്ലാവർക്കും നന്ദി, ഇവിടെ വന്ന എല്ലാവർക്കും നന്ദി. താങ്ക് യു. ഈ സിനിമ സാധ്യമായത് തീർച്ചയായിട്ടും ഏത് സിനിമയും സാധ്യമാവുന്നത് പ്രൊഡ്യൂസറിലൂടെ തന്നെയാണ്. ഷീലു എബ്രഹാം ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് മംഗ്ലീഷ് എന്ന് പറയുന്ന മമ്മൂക്കയുടെ സിനിമയിൽ എൻ്റെ ഭാര്യയായിട്ടാണ് അഭിനയിച്ചത്. അതിനുശേഷം ഇവർ പ്രൊഡ്യൂസ് ചെയ്ത ഷീ ടാക്സിയുടെ ഭാഗമായിരുന്നു. മമ്മൂക്കയുടെ തന്നെ പുത്തൻ പണം, അതിലെനിക്ക് വേഷം ചെയ്യാൻ സാധിച്ചു. ഇതൊന്നും നമുക്ക് പ്രതീക്ഷിക്കാത്ത വിജയങ്ങളും തന്നിട്ടുള്ള സിനിമകളാണ്. അപ്പോൾ ഈ ഒരു സിനിമയും സാധ്യമായത് ഷീലു എബ്രഹാം സാറ് കാരണമാണ്. അപ്പോൾ ഷീലു എബ്രഹാം ഈ പടത്തിൽ സെൻട്രൽ ക്യാരക്ടർ ചെയ്യാണ് റഹ്മാൻ സാറിൻ്റെ പേരായിട്ട് തന്നെ. അപ്പോൾ 2 വാക്ക് നമുക്ക് വേണ്ടി, പ്രേക്ഷകർക്ക് വേണ്ടി. നമസ്കാരം കൊച്ചി. ഈ ഒരു സിനിമ എനിക്ക് എന്നും ഏറ്റവും പ്രിയപ്പെട്ടതാണ്. ഞങ്ങളെ 15ാമത്തെ ചിത്രമാണ്. അതിൽ ആ 15 ചിത്രത്തിലും ഏറ്റവും പ്രിയപ്പെട്ടത് ഏതെന്ന് ചോദിച്ചാൽ ബാഡ് ബോയ്സ് തന്നെയാണ്. പിന്നെ ഓണത്തിന് തന്നെ ഈ ചിത്രം നിങ്ങളിലേക്ക് എത്തിക്കണം എന്ന് ഏറ്റവും ആഗ്രഹിച്ചത് ഞാൻ തന്നെയാണ്. എന്താണെന്നറിയില്ല, ഈ ചിത്രത്തിൻ്റെ കഥ എന്നോട് ഒമർ വന്ന് എൻ്റെ അടുത്ത് അവതരിപ്പിക്കുമ്പോൾ തന്നെ എന്തെന്നില്ലാത്തൊരു വൈബായിരുന്നു എനിക്ക് അദ്ദേഹത്തിൽ നിന്ന് വന്നത്. പിന്നെ സാരംഗ് ഇതിൻ്റെ റൈറ്റർ, സാരംഗ് എവിടെ? ഇത് ആക്ച്വലി എന്താ പറഞ്ഞാൽ ഈ പടം സംഭവിക്കുന്നത് ഒമർ ഭായിയും സാരംഗും കൂടെ എന്നെ കാണാനായിട്ട് വന്നപ്പം ഈ സാരംഗ് ഇതിൻ്റെ കഥ അവതരിപ്പിച്ചത് എനിക്കറിയില്ല. ഞാൻ ഈ 15 ചിത്രങ്ങളുടെ കഥ കേട്ടതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ട് അദ്ദേഹം ഇങ്ങനെ അഭിനയിച്ച് കാണിക്കുമായിരുന്നു. ഒപ്പം ഒമറിൽ നിന്ന് വന്ന ഒരു സംവിധായകൻ്റെ ഒരു സ്പെഷ്യൽ വൈബ്, ആ ഒരു നിമിഷം തന്നെ ഈ ചിത്രത്തിലേക്ക് പ്രൊസീഡ് ചെയ്യാം എന്നുള്ളൊരു തീരുമാനം എടുത്തത് ഞാൻ തന്നെയാണ്. ഒപ്പം പൈസ മുടക്കിയത് എൻ്റെ ഭർത്താവ് തീർച്ചയായിട്ടും. അപ്പം എന്തായാലും താങ്ക് യു ഒമർ ഭായ്, താങ്ക് യു സാറ്. പിന്നെ റഹ്മാൻ ഒക്കെ ഇങ്ങോട്ട് ഈ ചിത്രത്തിലേക്ക് നമ്മൾ എന്താ പറയുക കൊണ്ടുവരാനായിട്ട് തീരുമാനിക്കുന്നു. ഒപ്പം ഈ നിൽക്കുന്ന എല്ലാവരെയും ഈ ചിത്രത്തിൻ്റെ ഭാഗമാകാൻ 50 ദിവസത്തെ ഷൂട്ടെന്ന് പറയുന്നത് ഒരുപാട് എഫേർട്ട്, ഇവരെല്ലാവരും ഇട്ടൊരു എഫേർട്ടെന്ന് പറയുന്നത് മറക്കാൻ പറ്റാത്തതാണ്. അത് വളരെ സന്തോഷമായിട്ട് മഴയത്തും വെയിലത്തും ചെളിക്കകത്തും ഒക്കെ കിടന്ന് ഉരുണ്ട് പനിയൊക്കെ ആയിരുന്നു. എനിക്ക് തോന്നുന്നു റഹ്മാനിക്കും ആൻസിനൊക്കെ പനിയായിരുന്നു. ഒപ്പം ടിനി ടോമിൻ്റെ ഒരു എന്താ പറയുക ഒരുപാട് അദ്ദേഹം ഇതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്തതായിട്ട് എനിക്ക് തോന്നി. ഈവൻ ഈ പ്രൊമോഷൻ സമയത്ത് ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരു 2 ആഴ്ചയായിട്ട് എനിക്ക് തോന്നുന്നു ടിനിയുടെ ഒരു ഹെൽപ്പ് എന്ന് പറയുന്നത് എടുത്തു പറയാവുന്നതാണ്. താങ്ക് യു ടിനി. നിങ്ങളുടെ എല്ലാവർക്കും എന്നെ നന്ദി. റഹ്മാനിക്ക, താങ്ക് യു സോ മച്ച്. അപ്പം ഓണത്തിന് എല്ലാവരും ഞങ്ങളുടെ ഈ സിനിമയെ സ്വീകരിക്കണം. ഒപ്പം ഈ ട്രെയിലർ ലോഞ്ച് ചെയ്ത നമ്മുടെ ലിസ്റ്റിൻ സ്റ്റീഫൻ ഞങ്ങളുടെ ഏറ്റവും അടുത്ത ആളാണ്. അദ്ദേഹത്തിൻ്റെ സിനിമ AR 12 ഇറങ്ങുന്നുണ്ട്. ഞങ്ങൾ തമ്മിൽ ഒരിക്കലും ഒരു കോമ്പറ്റീവ് സ്പിരിറ്റ് ഇല്ല. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും 2 സിനിമകൾ ഹിറ്റാവണം. നിങ്ങൾ 2 സിനിമകളെയും വിജയിപ്പിക്കണം എന്നാണ് ഞങ്ങളുടെ പ്രാർത്ഥന. താങ്ക് യു ലിസ്റ്റിൻ, താങ്ക് യു CR ഇക്ക, താങ്ക് യു എവരിവൺ, ലാൽവിൻ ചേട്ടൻ, ഔസഫജൻ ചേട്ടൻ, എൻ്റെ സായി ചേട്ടൻ, എല്ലാവർക്കും നന്ദി. താങ്ക് യു മൈ ഡിയർ ഫ്രണ്ട്സ്, നിത, മൈ ബ്രദർ, എല്ലാവർക്കും. ലിസ്റ്റിനെ വിഷമിക്കേണ്ട, ഡാമിന് നമ്മൾ പ്രൊമോഷൻ തരുന്നുണ്ട്. നിങ്ങളുടെ ആൾ കൂടിയ ഓവർഫ്ലോ എന്ന് നമ്മൾ എടുത്തോളാം, നമ്മുടെ വന്നാൽ നിങ്ങൾക്ക് തന്നോളാം. അങ്ങോട്ട് ഇങ്ങോട്ട് കൊടുക്കൽ വാങ്ങലാവാം. സിനിമ നിലനിൽക്കണം നമുക്ക്, അത്രേ ഉള്ളൂ അല്ലേ? ഓണത്തിന് തീർച്ചയായിട്ടും സിനിമ ആരാ 2 വാക്ക് പറയണോ? ആരാണ്? വന്നോളൂ.
ഷീലുമാമിനെ കുറിച്ച് 2 വാക്ക് പറയണമെന്ന്. പരിചയമുണ്ടോ? ആണോ? നിനക്ക് പരിചയമുള്ളതല്ലേ? ഓക്കെ ഓക്കെ പറഞ്ഞു. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സോ മച്ച്. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു സിനിമ തന്നതിൽ വളരെ വളരെ നന്ദിയുണ്ട്. ബിക്കോസ് ഞാൻ ഒരുപാട് ഫിലിം ആക്ടേഴ്സിനെ ഉണ്ടെങ്കിലും ഒരുപാട് പ്രൊഡ്യൂസേഴ്സിനെ കണ്ടിട്ടുണ്ട്, മലയാളം ഫിലിം പ്രൊഡ്യൂസേഴ്സിനെ കണ്ടിട്ടുണ്ടെങ്കിലും ഇത്രയ്ക്കും ഒരു കോൺഫിഡൻ്റ് ആയിട്ടും നല്ലൊരു പോസിറ്റീവ് ഓറയും എല്ലാവരോടും ഇപ്പോൾ സെറ്റിലുള്ളവരായാലും പുതിയൊരു പെട്ടെന്ന് ഒരാളെ കണ്ടാൽ തന്നെയും എല്ലാവരോടും നല്ലൊരു ഒരു പോസിറ്റീവ്. അല്ലല്ല അങ്ങനെയല്ല, ഞാൻ ആൻസർ കോളിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായി. ആൻസർ കോളിന്റെ അടുത്ത് ഞാൻ ഓൾറെഡി പറഞ്ഞു. അപ്പം മേഡത്തിനെ കണ്ട് ഡയറക്റ്റ് പറയണമെന്ന് പറയണമെന്നുണ്ടായിരുന്നു. അപ്പൊ എനിക്കൊരു ചാൻസ് കിട്ടിയത് എന്ന് വെച്ചാൽ മേഡം വളരെ ഒരു നല്ലൊരു ക്യാരക്ടറാണ്. അത് ഞാൻ കണ്ടതിൽ വെച്ച് എനിക്ക് അത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും മനസ്സിലാവും. എന്നുവെച്ചാൽ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം ഇത്രയും നല്ലൊരു പോസിറ്റീവ് ക്യാരക്ടറും എല്ലാവരോടും ബിഹേവ് ചെയ്യാനുള്ള ഒരു നല്ലൊരു ക്യാരക്ടർ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ ഒരു പ്രൊഡ്യൂസറെ നമുക്ക് മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ അത് തന്നെയാണ്, അത് 100%. അപ്പൊ ഇനി ഞാൻ വേദിയിലേക്ക് ഭരതനാട്യം എന്ന് പറയുന്ന സിനിമ വളരെ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുകയാണ്. സൈജു കുറുപ്പ് 1985 ഞാൻ മദ്രാസിൽ കൂടെ ചാൻസ് അന്വേഷിച്ച സമയത്ത് ഭരതനെ കണ്ടു. അപ്പോൾ ഭരതൻ്റെ അവിടെ ചെന്നപ്പോൾ ഭരതൻ ചിലമ്പ് എന്ന് പറഞ്ഞൊരു പടം ഞാൻ പ്ലാൻ ചെയ്യുകയാണ്. അപ്പോൾ അതിൽ റഹ്മാനാണ് ഹീറോ. അപ്പോൾ ഞാൻ വളരെ സന്തോഷിച്ചു. ഞാൻ പറഞ്ഞു അപ്പോൾ അതിലൊരു വേഷം നമുക്കുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. അതിൻ്റെ വില്ലൻ കരാട്ടെ അറിയാവുന്ന ജയൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രമാണ്. വളരെ സന്തോഷം. കാരണം റഹ്മാൻ്റെ വലിയൊരു ഫാനാണ് ഞാൻ. എൻ്റെ ആദ്യത്തെ പടം റഹ്മാൻ്റെ കൂടെയാണ്. റഹ്മാൻ വില്ലൻ, സോറി റഹ്മാൻ ഹീറോ, ഞാൻ വില്ലൻ. പറഞ്ഞത് കറക്റ്റാ. നിനക്ക് ഞാൻ വില്ലനാണ്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ബ്ലാക്ക് എന്ന് പറഞ്ഞൊരു പടം ചെയ്യാൻ പറ്റി. പക്ഷെ അതിനുശേഷം വളരെ വർഷങ്ങൾക്ക് ശേഷം ഈ പടം ചെയ്യാൻ ചെയ്തതിൽ വളരെ സന്തോഷമുണ്ട്. അതിന് എൻ്റെ എല്ലാ പിന്നണി നിൽക്കുന്ന പ്രൊഡ്യൂസേഴ്സിനും അതുപോലെ ഡയറക്ടർക്കും എല്ലാവർക്കും നന്ദി. ഈ പടം സൂപ്പർ ഹിറ്റ് ആവും. റഹ്മാൻ്റെ വലിയൊരു ചേഞ്ച് ആൻഡ് ട്രെൻഡ് സെറ്റർ ആയിരിക്കും സിനിമ. താങ്ക് യു സോ മച്ച് എല്ലാവർക്കും. ഡെഫിനറ്റ്ലി ബ്യൂട്ടിഫുൾ മൂമെന്റ്, ഒരുപാട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൂമെന്റ്സിന് നമുക്ക് ഇന്ന് ഇവിടെ സാക്ഷ്യം വഹിക്കാൻ സാധിച്ചു. സോ ഓണത്തിന് ലുലുവില്. നമസ്കാരം. ഞാനിവിടെ ആക്ച്വലി ബാഡ് ബോയ്സിനെ പറ്റി സംസാരിക്കാനാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഭരതനാട്യത്തിനെ പറ്റി പറഞ്ഞതുകൊണ്ട് ഭരതനാട്യം നിങ്ങളുടെ അടുത്തുള്ള തിയേറ്ററുകളിലൊക്കെ ഓടുന്നുണ്ട് ഇന്ന് വരെ. നാളത്തെ കാര്യം എനിക്കറിയില്ല. നാളെ ഒരു വമ്പൻ നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു നായകൻ്റെ പടം വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ മിക്കാറും ഭരതനാട്യമൊക്കെ എടുത്ത് മാറ്റി വരും. അപ്പോൾ പറ്റിയാൽ നിങ്ങൾ കുറച്ച് പേര് ഇന്ന് ഒക്കെ പോയി കണ്ടാൽ നല്ലതായിരുന്നു. എനിവേസ്, നമ്മുടെ വിഷയം ബാഡ് ബോയ്സ് ആണ്. അതെ, ഞാൻ കണ്ടു കേട്ടോ പടം ഭരതനാട്യം. അടിപൊളി സിനിമയാണ്, എല്ലാവരും പോയി കാണേണ്ടതാണ്. ഇറ്റ്സ് എ ഫാമിലി എൻ്റർടൈൻമെൻറ്റ്. സത്യമായിട്ടും ഞാൻ ഓഡിയൻസിൻ്റെ റിവ്യൂ കേട്ടിട്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ടിട്ടാണ് ഞാനത് പോയി കണ്ടത്. ജസ്റ്റ് ലൈക്ക് ദാറ്റ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ലൊരു ക്വാളിറ്റിയുള്ള സിനിമയാണ്, നല്ല ഹ്യൂമറുണ്ട്. ആൻഡ് ഇറ്റ്സ് എ ഫാന്റാസ്റ്റിക് ഫിലിം. പ്രൗഡ് ഓഫ് യു. താങ്ക് യു രമൺ ചേട്ടൻ, താങ്ക് യു. ഈ ഒരു വേദിയിൽ നിൽക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. അതിൻ്റെ കാരണം ഏറ്റവും ആദ്യം രഹ്മാൻ ചേട്ടൻ തന്നെയാണ്. ടിനി പറഞ്ഞ പോലെ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ കണ്ട റൊമാൻറ്റിക് ഹീറോ, റൊമാൻറ്റിക് സൂപ്പർ സ്റ്റാർ. അന്ന് ഞാൻ മഹാരാഷ്ട്രയിലായിരുന്നു. മഹാരാഷ്ട്രയിൽ എല്ലാവരും, എല്ലാ നടന്മാരും ക്ലീൻ ഷേവനാണ്. നമ്മുടെ ഇവിടെ സൗത്ത് ഇന്ത്യയിൽ എല്ലാവരും മീശ വെച്ചിട്ടുള്ള ഹീറോസാണ്. പക്ഷേ നമുക്ക് ബോളിവുഡിലെ ഒരു ഹീറോയെ പോലെ നമുക്ക് മലയാളത്തിൽ നിന്ന് കാണിക്കാൻ പറ്റിയ ഒരു സ്റ്റാർ ആയിരുന്നു, ഒരു ഹീറോ ആയിരുന്നു രഹ്മാൻ ചേട്ടൻ എന്ന്. എൻ്റെ വൈഫ് വലിയൊരു ഫാനാണ് രഹ്മാൻ ചേട്ടൻ്റെ. രഹ്മാൻ ചേട്ടൻ്റെ പടത്തിൽ ഞാൻ അഭിനയിക്കണം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എന്നോട് പറഞ്ഞു ഞാനൊരു വലിയ ഫാനാണെന്ന് പറയണമെന്ന്. അപ്പം നമുക്കിത് കേൾക്കുമ്പോൾ ഒരു ചെറിയ ലാലേട്ടൻ പറയുന്ന പോലെ നമ്പർ 20 മദ്രാസ് വലിയൊരു അസൂയ പോലെയൊക്കെ തോന്നും നമുക്ക്. അപ്പം ഞാനിത് വർഷങ്ങൾ മുമ്പ് ഓൾറെഡി രഹ്മാൻ ചേട്ടനൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പം ഞാൻ പറഞ്ഞു വീണ്ടും പറയണോ? അപ്പം പറഞ്ഞാൽ ഒന്ന് പറയണമെന്ന് പറഞ്ഞ്. അവിടെ ഞാൻ പറഞ്ഞിട്ടില്ല മനഃപൂർവ്വം, അത് ഞാൻ ഇന്ന് പറയുവാണ്. എൻ്റെ വൈഫ് ഭയങ്കരമായിട്ട് ഫാനാണ്. പിന്നെ ബാബു ആന്റണി ചേട്ടൻ, ബാബു ആന്റണി ചേട്ടൻ അയ്യോ കടലൊക്കെ കണ്ടിട്ട് രോമാഞ്ചം കൊണ്ടിട്ട് ഒരു രക്ഷയിലായിരുന്നു. അങ്ങനെ ബാബു ആന്റണി ചേട്ടനും ആയിട്ട് ഒരു സ്റ്റെപ്പ് കാണണോ? ഒരു സ്റ്റെപ്പ് നമുക്ക് കാണാം അല്ലേ? ഓക്കെ, 2 സ്റ്റെപ്പ്. ആ ഒരു മ്യൂസിക് ഇട്ടൂട്.
അവിടെയാണെങ്കിൽ പിന്നെ ഹലോ ഒരു മ്യൂസിക് ഇടൂ. ഒരു മ്യൂസിക് കിട്ടും അല്ലേ? വായിച്ചിട്ടുണ്ടല്ലേ? റെഡി? രണ്ടര കിട്ടി. പിന്നെ ഒമറിന്റെ രണ്ടാമത്തെ പടത്തിലാണ് ഞാൻ അഭിനയിക്കുന്നത്. ഹാപ്പി വെഡിങ്ങിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് ഇതിൻ്റെ അകത്തൊരു ചാൻസ് കിട്ടി. എന്നെ ആദ്യം വിളിച്ച ക്യാരക്ടർ വേറൊരു ക്യാരക്ടറായിരുന്നു. ആ സമയത്ത് എനിക്ക് ഡേറ്റ് ഇല്ലായിരുന്നു. അതിന് കുറച്ച് ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് ഡേറ്റ് ഉണ്ടായി. അങ്ങനെ ഞാൻ വിളിച്ചപ്പോഴത്തേക്ക് എനിക്ക് വേറൊരു ക്യാരക്ടർ ഒന്ന് സഹായിച്ച ഒരു വ്യക്തിയാണ്. വലിയൊരു മനസ്സിൻ്റെ ഉടമയാണ് ഒമർ. ഞാൻ പല വേദിയിലും പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് പടത്തിൽ ഞാൻ ചാൻസ് ചോദിച്ചിട്ട് അദ്ദേഹം വലിയ മനസ്സ് കാണിച്ച് എനിക്ക് അതിൻ്റെ അകത്ത് ഒരു റോള് തന്നായിരുന്നു. അല്ലേ? കറക്റ്റല്ലേ? എന്തായാലും നമ്മൾ എൻ്റെ അടുത്ത് ആദ്യമായിട്ട് ചാൻസ് ചോദിച്ചത് സൈജു ചേട്ടനാണ്. അപ്പോൾ പടം തുടങ്ങിയിട്ടൊന്നുമില്ല, ജസ്റ്റ് എൻ്റെ പ്രീ വർക്ക് നടക്കുമ്പോൾ എനിക്ക് ഫേസ്ബുക്കിലൊരു മെസ്സേജ്, സൈജു കുറുപ്പ് ചാൻസ് ചോദിച്ചു. ഞാൻ വന്നത് പോയത് ഫേക്ക് ഐ ഡി, നമ്മൾ വിശ്വസിക്കുന്നില്ല. അപ്പോൾ സൈജു ചേട്ടന് ഹാപ്പി വെഡിങ്ങിൽ അങ്ങനെ ഞങ്ങൾ കമ്പനിയായി. പിന്നെ ഇതിൽ വിളിച്ചപ്പോൾ ഡേറ്റ് ഇല്ലാന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് വിഷമമായി. പക്ഷേ അപ്പം തന്നെ നമ്മുടെ പ്രാർത്ഥന പടച്ചം കേട്ടു, ഡേറ്റ് തന്നു. താങ്ക് യു സൈജു ചേട്ടാ. പിന്നെ എനിക്ക് നന്ദി പറയാനുള്ളത്, എനിക്ക് വളരെ അടുപ്പമുള്ള എബ്രാഹിം ചേട്ടനോടാണ്. എബ്രാഹിം മാത്യു ഇതിൻ്റെ പ്രൊഡ്യൂസർ. അദ്ദേഹമായിട്ട് ആദ്യമായിട്ട് എനിക്ക് അസോസിയേറ്റ് ചെയ്യാൻ പറ്റി. പിന്നെ ഒരുപാട് ആൾക്കാർ. എനിക്ക് ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഈ പടത്തിൽ ഒരുപാട് സ്റ്റാർസിനെ കണ്ടു. ഒരു വലിയ സ്റ്റാർ കാസ്റ്റുള്ളൊരു പടമാണ്. പക്ഷേ നമ്മുടെ സുധീർ എപ്പോഴും നമ്മൾ വില്ലൻ റോൾസിനാണ് അദ്ദേഹത്തിനെ കണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഹ്യൂമർ ടൈമിങ്, കോമഡി ടൈമിങ് ജീവിതത്തിൽ ഞാൻ വളരെ പേഴ്സണലി എനിക്ക് അറിയാവുന്നതാണ്. ഞാൻ തന്നെ വിചാരിക്കാറുണ്ട് എന്ന് ഏതെങ്കിലും ഒരു സംവിധായകൻ ഇത് കണ്ടിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഹ്യൂമർ റോളിൽ കാസ്റ്റ് ചെയ്യുമെന്ന്. അങ്ങനെ ഈ സിനിമയിൽ അദ്ദേഹത്തിന് ആദ്യമായിട്ട് അദ്ദേഹത്തിൻ്റെ ഡെബ്യൂ ആണ് ആസ് എ ഹ്യൂമർ ആക്ടർ ഇൻ ബാഡ് ബോയ്സ്. എന്തായാലും ഒരുപാട് സന്തോഷം. നിങ്ങളെല്ലാവരും ബാഡ് ബോയ്സ് ഓണത്തിന് റിലീസാണ്. എല്ലാവരും അടുത്തുള്ള തിയേറ്റേഴ്സിൽ പോയി കാണണം. ഭരതനാട്യം നിങ്ങൾ ഒഴിവാക്കിയ പോലെ ഒഴിവാക്കല്ലോ പ്ലീസ്. ബാഡ് ബോയ്സ് വിൽ ബി എ ഹോൾസം ഫാമിലി എൻ്റർടൈനർ. നിങ്ങൾക്ക് ഫ്രണ്ട്സിനോട് കാണാം. ഒരു ഏജ് ബാരിയറും ഇല്ലാത്ത ഒരു സിനിമയാണ്. ഫൺ ഫിൽഡ് പാക്ഡ് ഒരു എൻ്റർടൈനർ ആയിരിക്കും. താങ്ക് യു.